ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയ യാത്രാ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അൻസലാണ്. യാത്രകൾ നമുക്കൊരു പ്രത്യേക ഊർജം തരുന്ന ഒന്നാണ് അല്ലേ? കാരണമുണ്ട്. യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി മാറ്റാൻ കഴിയും. യാത്രകളിലൂടെ നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ മനുഷ്യരെയും പുതിയ അന്തരീക്ഷത്തെയും അങ്ങനെ പലതും ലഭിക്കും. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ സ്ഥലം പരിചയപ്പെടുത്താം. വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇസഡ് വേയിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചകളുടെ വസന്തം തീർക്കാൻ ഇന്ന് നമ്മൾ പോകുന്നത് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെയായി വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലം. അത് പാണിയേലിപ്പോരാണ്. പാണിയേലിപ്പോരിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പാണിയേലിപ്പോരിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. വളരെ രസകരമായ കാഴ്ചകളാണ് ഈ റോഡരികിൽ നമുക്ക് കാണാൻ കഴിയും. പെരുമ്പാവൂരിൽ നിന്നും കുറുപ്പുംപടി എന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞാണ് പാണിയേലിപ്പോരിലേക്ക് പോകുന്ന വഴി. പാണിയേലിപ്പോരിലേക്ക് വരുന്നത് മനക്കപ്പടി, വേങ്ങൂർ, കോമ്പനാട്, തെക്കേക്കവല എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് പാണിയേലിൽ എത്തിച്ചേരുന്നത്. കോതമംഗലം, ഓടക്കാലി വഴി പാണിയേലിപ്പോരിൽ എത്തിച്ചേരാൻ കഴിയും. ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാണിയേലിപ്പോരിൽ എത്താവുന്നതാണ്. വനം വകുപ്പിൻ്റെ കൗണ്ടറിൽ നിന്നും പാസ് മൂലമാണ് പാണിയേലിപ്പോരിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത്. സമീപത്തായുള്ള വനവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് വരെ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ട്. അവിടെ ധാരാളം പാർക്കിംഗ് സ്പേസും നമുക്ക് കാണാൻ കഴിയും. പാണിയേലിപ്പോരിലേക്കുള്ള വഴിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വളരെ രസകരമായ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണിയേലിപ്പോരിൽ എത്തിച്ചേരാറായി. പാണിയേലിപ്പോരിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം പാണിയേലിപ്പോരിലേക്ക് കയറാൻ. ഇവിടെ മുതിർന്നവർക്ക് പ്രവേശിക്കാനുള്ള ഫീ 20, കുട്ടികൾക്ക് 10 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. പാർക്കിംഗ് ഫീ ആയി 50 രൂപ കാറിന് വാങ്ങിക്കും. പാണിയേലിപ്പോര് ഇപ്പോൾ ഒരു എക്കോ ടൂറിസം പദ്ധതിയുടെ കീഴിലാണ്. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ പാണിയേലിപ്പോര് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിനായാലും ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെ പല ഫെസിലിറ്റീസും ഇവിടെ പാണിയേലിപ്പോരിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. നല്ല രീതിയിൽ നീറ്റായി തന്നെ പാണിയേലിപ്പോരിൻ്റെ എൻട്രി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് 1.5 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് വേണം പാണിയേലിപ്പോരിലേക്ക് എത്തിച്ചേരാൻ. പോകുന്ന വഴി വളരെ മനോഹരമായി ടെയിൽ പാകിയിരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാണിയേലിപ്പോര് എറണാകുളം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ പെരിയാർ നദിയും അതിലെ ചെറിയ തുരുത്തുകളും വെള്ളച്ചാട്ടങ്ങളും കല്ലോടിക്കുഴികളും ഇവിടുത്തെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. നിരവധി ആളുകൾ സന്ദർശിക്കുന്ന ഇവിടം അപകടം നിറഞ്ഞതാണ്. ആയതിനാൽ തന്നെ ഗൈഡുകൾ പറയുന്ന സ്ഥലത്ത് മാത്രമാണ് പെരിയാറിൽ നമുക്ക് ഇറങ്ങാൻ അനുവാദമുള്ളൂ. പാറകളിലെ വഴുവഴുപ്പും പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന അടിയൊഴുക്കുമാണ് അപകട സാധ്യത കൂട്ടുന്നത്. ആയതിനാൽ തന്നെയാണ് നമ്മളെ ഇവർ പെരിയാറിലേക്ക് ഇറക്കാൻ അനുവദിക്കാത്തത്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഫെൻസിങ് കെട്ടി തിരിച്ചിരിക്കുന്നത് കാണാം. ഈ മേഖലകളിൽ ആനയുടെ സാന്നിധ്യമുള്ളതാണ്. വൈകിട്ടാകുമ്പോൾ ആനകൾ വരുന്നത് കൊണ്ട് തന്നെ രാവിലെ 8 മണി തുടങ്ങി വൈകിട്ട് 4 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളൂ. 4 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. കാരണം ഇവിടെ ആന ഇറങ്ങാറുണ്ട്. പണ്ട് അധികം ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന സ്ഥലമായിരുന്നു ഈ പാണിയേലിപ്പോര്. ഇപ്പോൾ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സിനിമകൾ ചിത്രീകരിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇഷ്ട ലൊക്കേഷനുകളായി മാറിയിരിക്കുകയാണ് പാണിയേലിപ്പോര്. നമ്മുടെ ഈ നടത്തം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്.
കൂടാതെ ദൂരെ നിന്നും നമുക്ക് പെരിയാറിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ധാരാളം സഞ്ചാരികളാണ് വന്നു പോകുന്നത്. ഏർമാടം കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഭംഗിയായി തന്നെ ഏർമാടം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നവംബർ പകുതി മുതൽ മെയ് അവസാനം വരെയാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം ഈ സമയത്ത് ജലം കുറവായിരിക്കും. കൂടാതെ പാറക്കെട്ടുകളുടെ ചുഴികൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ആയതിനാൽ തന്നെ നമുക്ക് ഇവിടെ നടന്നു പോകാനും സാധിക്കുന്നതാണ്. പാറകളിലൂടെ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വഴുവഴുപ്പ് ഉള്ളതിനാൽ തെന്നിയടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഇടതൂർന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട നദിക്കരയിൽ ഇരുന്ന് വിശ്രമിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. പക്ഷികളുടെ മധുരമായ ശബ്ദവും ജലതിരമാലകളുടെ ശബ്ദവും നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഉന്മേഷഭരിതരാക്കി മാറ്റുന്നു. മലയാറ്റൂരിനും പാണിയേലിക്കും ഇടയിലൂടെ ഒഴുകുന്ന പെരിയാർ നദി വളരെ മനോഹരമായ ഒരു കാഴ്ചാവിസ്മയമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ നമ്മുടെ സമയം പോകുന്നത് അറിയേയില്ല. പെരിയാറിൻ്റെ സൗന്ദര്യം വാനോളം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് പാണിയേലിപ്പോര്. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം. കുട്ടികളുമായും മുതിർന്നവരുമായും നമുക്ക് ഇവിടെ സമയം ചെലവഴിക്കാം. പോരെന്നാൽ മലയാളത്തിൽ പോരാട്ടം എന്നാണ് അർത്ഥമാക്കുന്നത്. കാട്ടിലൂടെ ഒഴുകുന്ന നദി മൂന്നായി തിരിഞ്ഞ് പാറക്കൂട്ടങ്ങളിൽ തട്ടി വലിയ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ഇത് നദി പോരടിക്കുന്നു എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പാണിയേലി പോര് എന്ന പേര് വന്നത്. ഈ പേര് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും. 2000-2001 കാലഘട്ടത്തിലാണ് പോര് വിനോദസഞ്ചാര ഭൂപടത്തിൽ ശ്രദ്ധാകേന്ദ്രമായത്. ശനി, ഞായർ പൊതു അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടുതലാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വേനൽക്കാലത്തിൻ്റെ ചൂടിൽ നിന്ന് വിയർപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. പെരിയാറിലെ ശുദ്ധമായ സ്ഫടികം പോലെ തിളങ്ങുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തണുപ്പിക്കുകയും ഉന്മേഷഭരിതരാക്കുകയും ചെയ്യുന്നു. പെരിയാറിൻ്റെ തീരത്തുള്ള ഇടതൂർന്ന വനത്തിൽ ആനകളും മാൻ, പന്നി, പെരുമ്പാമ്പ് എന്നിവ വളരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. ഈ കാണുന്ന വനം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. ചോലകൾ നിറഞ്ഞ കാട്ടുവഴിയിലൂടെ ഈ നടത്തം നമുക്ക് പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നല്ല ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണിനും കുളിർമയായ ഒരു അന്തരീക്ഷമാണ് പാണിയേലിപ്പോര് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെ കുറേ അധികം നേരം നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയും. മുന്നോട്ട് നടക്കും തോറും കാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ച് പെരിയാറിൻ്റെ പോരാട്ട ശബ്ദം കാതുകളിൽ എത്തുന്നുണ്ട്. പണ്ട് ഇവിടെ ഈറ്റച്ചങ്ങാടങ്ങൾ വഴിയായിരുന്നു ഇതിലെ യാത്ര ചെയ്തിരുന്നത്. കാടിനെയും പുഴയെയും അറിയാത്ത കുറേ ആളുകൾ വെള്ളത്തിലിറങ്ങി പലതവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുന്നത്. പിന്നീട് നിയന്ത്രണങ്ങൾ വന്നതോടെ അപകടങ്ങൾ കുറഞ്ഞു. കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. ഇവിടെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി കുളിക്കാവുന്നതാണ്. ഇവിടെ ധാരാളം ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വഴിയരികിലെല്ലാം ആന ഇറങ്ങുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രകൃതി നമുക്ക് കരുതി വച്ച കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ട് നടക്കാം. അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ മാത്രമല്ല ഇവിടെയുള്ളത്, അപകടം നിറഞ്ഞ പാറക്കെട്ടുകളും ഇവിടെയുണ്ട്. അതിൽ ഇറങ്ങാൻ പാടില്ല. ആഴം കൂടിയ ഇടങ്ങളിൽ കയർ കെട്ടി പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. പാണിയേലിപ്പോരിൻ്റെ മറ്റൊരു ആകർഷണമാണ് കല്ലാടിക്കുഴികൾ. ശക്തമായ ഒഴുക്കിൽ പാറയുടെ മുകളിൽ പെട്ടുപോകുന്ന വലിയ കല്ലുകൾ തിരിഞ്ഞ്
കുഴി രൂപപ്പെടുകയും പിന്നീട് അതിനകത്ത് പെട്ടുപോകുന്ന കല്ലുകൾ അതിനകത്ത് കിടന്നാടി കുഴി വലുതാക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി. അറിയാലോ അല്ലേ? പാണേലി പോര് വെറുമൊരു വെള്ളച്ചാട്ടമല്ല, പ്രകൃതിയുടെ കലാവൈഭവത്തിൻ്റെ ഒരു കാഴ്ചയാണ്. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും പക്ഷി നിരീക്ഷകർക്കും ഒരു പർദീസയാണ് പാണേലി പോര്. നമുക്ക് ഈ കാണുന്ന ആഴം കുറഞ്ഞ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാൻ സൗകര്യമുണ്ട്. കൂടാതെ വെള്ളച്ചാട്ടത്തിന് സമീപം ഇരിക്കുകയും ചെയ്യാവുന്നതാണ്. മുകളിലെ കാടുകളിൽ നിന്നും വരുന്ന വെള്ളമായതിനാൽ തന്നെ വളരെ ശുദ്ധമായ വെള്ളമാണ് ഈ വരുന്നത്. വഴുക്കലുള്ള പാറകളും ശക്തമായ ഒഴുക്കും ശ്രദ്ധിച്ചു വേണം ഇവിടെ ഇരിക്കാൻ. പാണേലി പോരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ടും റിസർവ് ഫോറസ്റ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഒരു കുളി പാസ്സാക്കി കുറച്ച് അധിക സമയം ഇവിടെ തന്നെ ചെലവഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കാർ ലക്ഷ്യമാക്കി നടക്കുകയാണ്. പാണേലി പോരിലേക്ക് വരുമ്പോൾ നിങ്ങൾ വാട്ടർ ബോട്ടിലും ലഘുഭക്ഷണങ്ങൾ, സൺസ്ക്രീൻ, തൊപ്പി, സൺഗ്ലാസ്, ടവലുകൾ, വസ്ത്രങ്ങൾ, ഷൂസ് തുടങ്ങിയ അവശ്യ വസ്തുക്കൾ കൊണ്ടുപോകേണ്ടത് നല്ലതാണ്. പ്രദേശത്ത് ATMകളോ കാർഡ് മെഷീനുകളോ ഇല്ലാത്തതിനാൽ നിങ്ങൾ പണം കൊണ്ടുപോകുന്നതും നന്നായിരിക്കും. പാണേലി പോര് കേരളം വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംരക്ഷിത പ്രദേശമാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്കും പ്രകൃതി സംരക്ഷണത്തിനും വേണ്ടി അധികാരികളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾ പാലിക്കണം. വന്യജീവികളെയോ നാട്ടുകാരെയോ മാലിന്യം തള്ളുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. സ്ഥലത്തിൻ്റെ സംസ്കാരത്തെയും ആചാരങ്ങളെയും നിങ്ങൾ ബഹുമാനിക്കണം. പാണേലി പോര് കേരളത്തിലെ കായലുകളിലെ ഒരു ഒളിഞ്ഞിരിക്കുന്ന രത്നമാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾക്കെന്തായാലും പാണേലി പോരിൻ്റെ സൗന്ദര്യവും മനോഹരിതയും നിറഞ്ഞ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും പാണേലി പോര് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് പാണേലി പോര്. ഫാമിലിയായും ഫ്രണ്ട്സായും വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു നല്ല സ്ഥലം കൂടിയാണ് പാണേലി പോര്. യാത്രകൾ അവസാനിക്കുന്നില്ല. ഈ യാത്രാ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.